ഹലോ ക്രിസ് കോട്ട്. അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്താ നമ്മൾ സ്റ്റുഡൻറ്റ് വിസ ടു ഓസ്ട്രിയ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് വരാം, എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓസ്ട്രിയൻ സ്റ്റുഡൻറ്റ് വിസയൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മളിതെല്ലാം ക്ലാരിഫൈ ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇറക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ ഇന്നൊരു നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാം. അപ്പോൾ വൈ ഓസ്ട്രിയ? വൈ ഓസ്ട്രിയ എന്ന് പറയുമ്പോൾ വൈ നോട്ട് ഓസ്ട്രിയ എന്ന് ചോദിക്കേണ്ടി വരും. ഓസ്ട്രിയ നല്ലൊരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ക്യാപിറ്റലായി കഴിഞ്ഞാൽ ഓസ്ട്രിയയുടെ ക്യാപിറ്റലായി കഴിഞ്ഞാൽ വിയന്ന. അത് മോസ്റ്റ് ലിവബിൾ സിറ്റീസ് ഇൻ ദി വേൾഡായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് നല്ല ഹൈ ആണ്. പിന്നെ ഇവിടെ ലോ ക്രൈം റേറ്റ് ആണ്. പിന്നെ എഡ്യൂക്കേഷൻ വൈസ് നോക്കുവാണെങ്കിൽ തന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് എല്ലാം ടോപ്പ് റാങ്കിങ്, വേൾഡിലെ ടോപ്പ് റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും ഓസ്ട്രിയ ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഇപ്പോൾ നാട്ടിലൊരു സ്റ്റുഡൻറ്റ് ഇപ്പം ഓസ്ട്രേലിയയിലോട്ട് നോക്കുവാണെങ്കിൽ അവർ ഏജൻസി വഴിയാണോ അപ്ലൈ ചെയ്യേണ്ടത്, സ്വയമേ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവർക്ക്? ഇത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഏത് ഏജൻസി വഴിയാണ് ഞങ്ങൾ പോകേണ്ടത്, ഏജൻസി വഴി പോയില്ലെങ്കിൽ ഇവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. പക്ഷേ ഈ ഓസ്ട്രിയയിൽ നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ ഒരു ഏജൻസിയുടെയും ആവശ്യമില്ല. നമുക്ക് തന്നെ അപ്ലൈ ചെയ്ത് വിസയെല്ലാം എടുത്ത് വരാൻ പറ്റിയൊരു കൺട്രിയാണ് ഓസ്ട്രിയ. അപ്പോൾ ഇവിടെ ഒരു ഏജൻസിയുടെ ഒരു അസിസ്റ്റൻസും ആവശ്യമില്ല. അപ്പോൾ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയായി? ജർമ്മൻ വേണോ അതോ ഇംഗ്ലീഷ് വേണോ? അപ്പോൾ നമ്മൾ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചെറിയൊരു റിസർച്ച് നടത്തുക. എവിടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഓസ്ട്രിയയിൽ. അത് നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഇവിടെ അവൈലബിൾ ആണെന്നും അവിടെ ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണെന്ന് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിടുന്നുണ്ട് ഏതൊക്കെ കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ജർമ്മൻ ടോട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഉണ്ട്, ഇംഗ്ലീഷ് ടോട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത്? നമുക്കിപ്പോൾ ജർമ്മൻ പഠിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് വരുന്നതെങ്കിൽ നമുക്ക് ജർമ്മൻ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ എടുക്കാം. ഇപ്പോൾ ഇവിടെ മിക്കവരും വരുന്നത് ഇംഗ്ലീഷ് ടോട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പ്രോഗ്രാമിനാണ്. അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് പഠിക്കാൻ. അപ്പോൾ നമുക്ക് ജർമ്മൻ വേണമെന്ന് ഭയങ്കര അത്യാവശ്യമില്ല. അതുപോലെ തന്നെ വേറൊരു ഡൗട്ടാണ് IELTS വേണമെന്ന്. IELTS ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വരാം. അത് നമ്മൾ പഠിച്ച ഡിഗ്രി പ്രോഗ്രാം ഇംഗ്ലീഷിലാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമുക്ക് ആവശ്യമുള്ള ഫീൽഡ് കണ്ടുപിടിക്കുക. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. നമ്മൾ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഈസി പ്രൊസീജിയേഴ്സാണ്. അവിടുത്തെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടി വരും. 10th +2 നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാസ്റ്റേഴ്സിനാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ് അതെല്ലാം അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇപ്പം ട്യൂഷൻ ഫീസൊക്കെ എങ്ങനെയാണ് ഇവിടെ? UK പോലെ 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം കൊടുക്കേണ്ടി വരുമോ നമുക്ക്? നമുക്ക് അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ് ഓസ്ട്രിയയിൽ. നമുക്ക് ട്യൂഷൻ ഫീസ് ഭയങ്കര ലോ ആണ് ഇവിടെ. സെമിസ്റ്ററിൽ ഒരു 750 യൂറോസേ വരുന്നുള്ളൂ. 750 യൂറോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു 65-70,000 വരുന്നുള്ളൂ പെർ സെമിസ്റ്റർ. അപ്പോൾ നമുക്ക് എൻ്റെ ഇപ്പോൾ മാസ്റ്റേഴ്സിനെ കുറിച്ചാണ്, ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ മാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എൻ്റെ മാസ്റ്റേഴ്സ് പഠിച്ച് തീർക്കാൻ ആകെ ഒരു 2 lakhs ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് 2 lakhs to 2.5 lakhs വരുന്നുള്ളൂ. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് കമ്പയർ ടു ഇപ്പോൾ UK, കാനഡയൊക്കെ പോകുമ്പോഴത്തേക്കും 50 lakhs 20 lakhs ഒക്കെ വെച്ച് പോകുന്നതിനെക്കാട്ടും നല്ലത്. അതിനെക്കാട്ടും നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് വളരെ കുറച്ച് പൈസയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. വിസ റിജക്ഷൻ ഉണ്ടോ ഓസ്ട്രേലിയ? എങ്ങനെയാണ്? വിസ റിജക്ഷൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ റിജക്ഷനെ കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഹൈ സക്സസ് റേറ്റ് ആണ് ഇവിടുത്തെ വിസയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ വിസ റിജക്ഷനിൽ നമ്മൾ വിസ പ്രൊസീജിയേഴ്സിൽ നോക്കേണ്ടത് ആകെ നമ്മുടെ ബാങ്ക് ബാലൻസ് മാത്രമാണ്. അതിലും നമ്മുടെ ജർമ്മനി പോലെ നമുക്കിവിടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ട. നമുക്ക് ഇവിടെ അല്ലാതെ സേവിങ്സിൽ കാണിച്ചാൽ മതി. അങ്ങനെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട് നമ്മുടെ ഇവിടുത്തെ വിസയ്ക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാച്ചു? ലിവിങ് എക്സ്പെൻസ് എൻ്റർലി ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ആയിരിക്കും ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ്. എന്നാലും ഒരു ആവറേജ് നമ്മൾ കുറച്ചൊന്ന് ടൈറ്റായിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു അറൗണ്ട് 500-600 യൂറോസിൽ നമുക്ക് കഴിയാൻ പറ്റും.
എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് പാർട്ട് ടൈം എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുമോ അതോ ഡിഫിക്കൽട്ട് ആണോ എങ്ങനെയാണ്? നമുക്ക് പാർട്ട് ടൈം ഇവിടെ വരുന്നത് 20 hours പെർ വീക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഓരോ സിറ്റീസ് അനുസരിച്ചായിരിക്കും നമ്മുടെ പാർട്ട് ടൈമിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. കാരണം ഇവിടെ മേജർ സിറ്റീസ് എന്ന് പറഞ്ഞാൽ വിയന്ന, ഗ്രാസ്, സാൽസ്ബർഗ്, ലിൻസ് എന്നൊക്കെ പറഞ്ഞ സിറ്റീസാണ്. അവിടെയൊക്കെയാണ് യൂണിവേഴ്സിറ്റികളും ഉള്ളത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി ജോബ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ക്ലീനിങ് ജോബ്സ് അവൈലബിൾ ആണ്. ഇതിനൊന്നും നമുക്ക് ജർമ്മൻ അത്ര ആവശ്യമില്ല. ജർമ്മൻ നമുക്ക് അറിയാമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പാർട്ട് ടൈം ജോബ്സിന് എക്സ്പോഷർ കിട്ടും. കുറേ കൂടി നമുക്ക് സ്ഥലങ്ങളിൽ പാർട്ട് ടൈം കിട്ടും. അല്ലെങ്കിലും ജർമ്മൻ അറിയില്ലെങ്കിലും നമുക്കിവിടെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ ഒരാളെ ഡിപ്പെൻസ് ചെയ്തിരിക്കും, അവർ വരുന്ന സമയം അതുപോലെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് പാർട്ട് ടൈം ഇവിടെ കിട്ടാൻ ഭയങ്കര പാടുള്ള ഇതൊന്നുമില്ല, അവസ്ഥയില്ല. ഇപ്പോൾ സ്പൗസ് വിസയോ? ഇവിടെ സ്പൗസ് വിസയും ഓസ്ട്രിയൻ ഗവൺമെൻറ് നമുക്ക് അലോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UK ഇപ്പോൾ സ്പൗസ് വിസ ക്യാൻസൽ ആക്കുവാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും സ്പൗസ് വിസ നമുക്ക് മാസ്റ്റേഴ്സിനോ ബാച്ചിലേഴ്സിനോ പഠിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് സ്പൗസിനെയും കൊണ്ടുവരാം. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. ഇപ്പോൾ എല്ലാവരും കണ്ട പോലെ നമ്മൾ അത്യാവശ്യം ഇൻഫർമേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വെച്ചു. അപ്പം നമ്മളിപ്പോൾ ജനറലായിട്ടൊരു ഓവർവ്യൂ ആണ് നമ്മൾ പറഞ്ഞ ഓസ്ട്രിയനെ കുറിച്ച്. ഈ പെർട്ടിക്കുലർ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടിയവർ എന്നെ കുറേ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, എന്താണ് വിസ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനും ഒരു വീഡിയോ ചെയ്യാമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങളതെല്ലാം ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കുക, നമ്മളതൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ Tschüss.